എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ഇൻഫോ പാർക്കിന്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇൻഫോ പാർക്ക് പുതിയൊരു ഫേസ് തുടങ്ങാൻ പോവുകയാണ്. കൊച്ചിയുടെ IT ഹബ്ബാണ് ഇൻഫോ പാർക്ക്. കാക്കനാട് ആണ് നിലവിൽ അവരുള്ളത്. അപ്പോൾ അടുത്ത് ഇപ്പോൾ നിലവിൽ ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഇനി അടുത്ത് അവർ ഫേസ് 3 പ്ലാൻ ചെയ്യുകയാണ്. അത് ലാൻഡ് പൂളിംഗ് വഴിയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 300 ഏക്കറാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ചില റിപ്പോർട്ട് അനുസരിച്ച് ചിലപ്പോൾ 300-ലധികം ഏക്കർ ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് ലാൻഡ് പൂളിംഗ് വഴിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ വെറും 100 ഏക്കറാണ് IT ചെയ്യുന്നത്. ബാക്കി ഒരു കമേഴ്ഷ്യൽ സ്പേസ് IT അല്ല, ബാക്കി കമേഴ്ഷ്യൽ സ്പേസ്, അപ്പാർട്ട്മെന്റ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനാണ്. അതുകൂടാതെ ഒരു 4ാമത്തെ ഫേസും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ലാൻഡ് അക്വിസിഷൻ പ്രൊസീഡിങ്സ് തുടങ്ങാനുള്ള പ്ലാനിലാണ്. ഈ 3rd ഫേസ് ലാൻഡ് പൂളിംഗ് 8 മാസം കൊണ്ട് പൂർത്തിയാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം, GCDയുടെ ലക്ഷ്യം. അതോടൊപ്പം 4th ഫേസും തുടങ്ങും. അതുകൂടാതെ അതിനുശേഷമുള്ള ഫേസുകളും തുടങ്ങാനുള്ള പ്ലാനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇൻഫോ പാർക്ക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. സൊസൈറ്റിയാണ് നിലവിൽ, ടെക്നോ പാർക്കും സൊസൈറ്റിയാണ്. അതിനെ കമ്പനിയാക്കാനുള്ള പ്ലാൻ നടപ്പിലാക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, IPO കൊണ്ടുവരും. ഇൻഫോ പാർക്ക് IPO കൊണ്ടുവരുന്നതാണ്. ഇതുവഴി പൊതുജനങ്ങൾക്ക് അവരുടെ ഷെയർസ് വാങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കും. പക്ഷേ കമ്പനി ആയിക്കഴിഞ്ഞ് 3rd ഫേസും 4th ഫേസും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഈ ഷെയർസ് പബ്ലിക്കിന് കൊടുക്കൂ എന്നാണ് അറിയുന്നത്. അത് ഏതാണ്ട് 2030 കഴിയുമെന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. പക്ഷെ അതൊരു നല്ല വാർത്തയാണ്. IT ഒരുപാട് വളരാനും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരാനും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാനും ഒക്കെ അത് സഹായിക്കും. ഇതൊക്കെയാണ് ഇൻഫോ പാർക്കിന്റെ അപ്ഡേറ്റ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വിവിധ മീഡിയയിൽ വന്ന അപ്ഡേറ്റുകളാണ്. അപ്പോൾ വരും അപ്ഡേറ്റുകൾ ഇനിയുള്ള വരുന്ന വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദി.